കാർഷിക വാർത്തകൾ. അധിക മഴ മൂലം കടുത്ത പ്രതിസന്ധിയിലാണ് ഇടുക്കിയിലെ ജാതി കർഷകർ. തുടർച്ചയായി മഴ കനത്തതോടെ ജാതി മരങ്ങളിൽ വെള്ളക്കായ പൊട്ടുന്നതാണ് കർഷകർക്ക് വിനയായത്. മെയ് അവസാന വാരം പെയ്ത കനത്ത മഴ കാർഷിക മേഖലയിലാകെ വലിയ നഷ്ടം വരുത്തിയിട്ടുണ്ട്. വാഴ, ഏലം കർഷകർക്ക് പുറമെ ജാതി കർഷകരും നഷ്ടക്കണക്കുമായി രംഗത്തെത്തിയത്. അധികമായി ലഭിച്ച വേനൽ മഴയ്ക്ക് പിറകെ കാലവർഷമെത്തിയതാണ് പ്രശ്നം. മൂപ്പെത്തും മുമ്പേ ജാതി മരങ്ങളിൽ വെള്ളക്കായ പൊട്ടുകയാണ്. മഴയ്ക്കൊപ്പം ശക്തമായി വീശിയ കാറ്റും ജാതി കർഷകർക്ക് നഷ്ടം വരുത്തി വെച്ചിരിക്കുന്നു. മൂപ്പത്തും മുമ്പേ കാറ്റിൽ കായകളും പൂക്കളും വലിയ തോതിൽ നിലം പതിച്ചു. ജാതിക്കായയ്ക്കും പത്രിക്കും മെച്ചപ്പെട്ട വില ലഭിക്കുന്നുവെങ്കിലും ഉൽപാദനം കുറഞ്ഞതിനാൽ ഉയർന്ന വിലയുടെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല. ഇത്തവണ ലഭിച്ച വേനൽ മഴ ജാതി കർഷകർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ പിന്നാലെ എത്തിയ പെരുമഴ ജാതി കർഷകരുടെയും പ്രതീക്ഷകൾ കെടുത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വന്യമൃഗങ്ങളെ തടയാൻ കാട്ടിൽ വിത്തിറക്കാൻ വനം വകുപ്പ്. കാട്ടുഞാവലും പ്ലാവും മാവും പുൽവിത്തുകളുമാണ് വിതയ്ക്കുക. സംസ്ഥാനത്ത് 36 ഫോറസ്റ്റ് ഡിവിഷനുകളിൽ വിത്ത് വിതയ്ക്കൽ നടത്തും. വനം വകുപ്പിന്റെ ചുമതലയിൽ വരുന്ന 2350 ഹെക്ടർ ഭൂമിയിലാണ് വിത്തുകൂട്ടം വിതറാനൊരുങ്ങുന്നത്. വനത്തിലൂടെ പോകുന്ന വൈദ്യുത ടവറുകൾക്ക് സമീപം, കാട്ടുതീക്ക് ശേഷം പിന്നീട് മരങ്ങൾ വളരാത്ത ഇടങ്ങൾ, ആദിവാസികൾ ഉപേക്ഷിച്ച കൃഷിയിടങ്ങൾ എന്നിവിടങ്ങളിലാകും വിത്ത് വിതയ്ക്കുക. വനത്തോട് ചേർന്നുള്ള വനം വകുപ്പിന്റെ ചുമതലയിലുള്ള സ്ഥലങ്ങളെയും ഇതിനായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. 4,12,000 വിത്തുകൾ വിതയ്ക്കും. ഇതിൽ 3,06,000 വിത്തുകൾ വിതയ്ക്കാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാവൽ, കാട്ടുപ്ലാവ്, കാട്ടുമാവ്, നെല്ലി, ആത്തച്ചക്ക, ഇലഞ്ഞി എന്നിങ്ങനെ 80 ഇനം മരങ്ങളും നമ്പീശൻ പുല്ല്, കറുകപ്പുല്ല് എന്നിങ്ങനെ 8 ഇനം പുല്ലുകളും ഇതിലുൾപ്പെടും. ജൂൺ 15 മുതൽ ഓഗസ്റ്റ് 15 വരെയാകും വിത്ത് വിതയ്ക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. മഴ കനത്തതോടെ റബ്ബറിന് രോഗങ്ങൾ കൂടുമെന്ന ആശങ്കയിലാണ് കർഷകർ. രോഗങ്ങൾ രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നാണ് റബ്ബർ ബോർഡിന്റെയും മുന്നറിയിപ്പ്. ഇലകൊഴിച്ചിൽ, ചീക്ക്, പട്ടച്ചീയൽ തുടങ്ങിയവ രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്ന് റബ്ബർ ബോർഡിന്റെ മുന്നറിയിപ്പ്. ഇലകൊഴിച്ചിൽ ബാധിച്ചാൽ 40% വരെയും ചീക്ക്, പട്ടച്ചീയൽ എന്നിവ ബാധിച്ചാൽ 30% വരെയും ഉൽപാദനം കുറയാനിടയാകും. മലയോരത്ത് കനത്ത മഴ ലഭിച്ചിരുന്ന ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് ഈ രോഗബാധ ഉണ്ടാകുന്നത്. അന്തരീക്ഷ ഊഷ്മാവിലെ വ്യതിയാനമാകാം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇപ്പോഴുള്ള സ്ഥിതി തുടർന്നാൽ ഒരു വർഷം 3 തവണ വരെ രോഗം ബാധിക്കാം. റബ്ബർ ഉൽപാദനത്തെ ഇത് പ്രതികൂലമായി ബാധിക്കും. ഇതാണ് കർഷകരെ ആകുലരാക്കുന്നത്. മഴ മറയിടുന്നതിനൊപ്പം രോഗപ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കണമെന്ന് റബ്ബർ ബോർഡ് കർഷകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ മറയിടാനും ഇലകൊഴിച്ചിലിന് മരുന്ന് സ്പ്രേ ചെയ്യാനും റബ്ബർ ബോർഡ് ഹെക്ടറിന് 4,000 രൂപ സഹായം നൽകുന്നുണ്ടെങ്കിലും പരിമിതമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് മത്സ്യ പച്ചക്കറി വില കുതിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചതോടെ സാധാരണക്കാരുടെ ദുരിതം ഇരട്ടിയാവുകയാണ്. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ആരംഭിച്ച ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് കടലിൽ നിന്നുള്ള മീൻവരവ് കുറഞ്ഞതോടെ മത്സ്യവില കുത്തനെ കുതിച്ചുയർന്നു. ദിവസങ്ങൾക്ക് മുമ്പ് 200-ൽ താഴെ വിലയുണ്ടായിരുന്ന ചാള കിലോ 300 രൂപയും അതിനു മുകളിലുമാണ് വില. അയലയ്ക്ക് 240 രൂപ മുതൽ 250 രൂപ വരെയാണ് വില. വലിയ അയലയ്ക്ക് 300 രൂപ കൊടുക്കണം. ചെമ്മീനും വലിപ്പത്തിനനുസരിച്ച് വില വ്യത്യാസമുണ്ട്. ചെറിയ ചെമ്മീന് 380 ആണെങ്കിൽ വലിയ ചെമ്മീന് 400-ന് മുകളിലാണ് വില. കട്ട്ല 480 രൂപ, കാളാഞ്ചി 580 രൂപ എന്നിങ്ങനെയാണ് പുഴമീനുകൾക്ക് വില. മീനിനു പിന്നാലെ വിവിധ പച്ചക്കറി ഇനങ്ങളുടെ വിലയും വർദ്ധിക്കുകയാണ്. വെളുത്തുള്ളി, മുളക്, ബീൻസ്, മുരിങ്ങക്കായ, ക്യാരറ്റ് തുടങ്ങിയ ഇനങ്ങൾക്കാണ് വലിയ തോതിൽ വില കൂടിയത്. വെളുത്തുള്ളിക്ക് ചില കടകളിൽ 200 രൂപ വരെ കിലോയ്ക്ക് നൽകണം. ചെറിയുള്ളി 70 രൂപ, സവാള 35, ഇഞ്ചി 100 രൂപ എന്നിങ്ങനെയാണ് വില. 2 ആഴ്ച മുമ്പ് 30 രൂപയുണ്ടായിരുന്ന തക്കാളിക്ക് ഇപ്പോൾ 45 രൂപ നൽകണം. വെണ്ടയ്ക്ക 35 രൂപ, മത്തൻ 35, പയർ 55 രൂപ മുതൽ 70 രൂപ വരെയും ക്യാബേജ് 35 രൂപ എന്നിങ്ങനെയാണ് വിവിധ പച്ചക്കറികളുടെ വില. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കേരള ചിക്കൻ ഫാമുകൾ തുടങ്ങാൻ വനിതകൾക്ക് അവസരം. സ്വന്തമായി ബ്രോയിലർ ഫാം ഷെഡ് ഉള്ളവർക്കും ബ്രോയിലർ കോഴി ഫാം നടത്തുന്ന കുടുംബശ്രീ അംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കും പദ്ധതിയിൽ അംഗമാകാം. പദ്ധതിക്കായി ഫാമുകളിൽ 1000 മുതൽ 10,000 കോഴികളെ വളർത്താനുള്ള സ്ഥല സൗകര്യം ഉറപ്പാക്കണം. മികച്ച രീതിയിൽ പരിപാലനം നടത്തിവരുന്നവർക്ക് 40 ദിവസം കൂടുമ്പോൾ 2 മുതൽ 2.5 ലക്ഷം രൂപ വരെ വരുമാനത്തിനാണ് സാധ്യത.
കുടുംബശ്രീ ബോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി നടപ്പാക്കുന്ന കേരള ചിക്കൻ പദ്ധതിയിൽ ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞ്, തീറ്റ, മരുന്ന് എന്നിവ കമ്പനി നൽകും. വളർച്ചയെത്തി 45 ദിവസത്തിനുള്ളിൽ കമ്പനി കുടുംബശ്രീയുടെ ഔട്ട്ലെറ്റ് വഴി ഇറച്ചിക്കോഴി വിപണനം നടത്തും. ഫാമുകൾ ആരംഭിക്കുന്നതിന് കുടുംബശ്രീ അംഗങ്ങൾക്ക് പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ CDSകൾ വഴി അപേക്ഷിക്കാം. കുടുംബശ്രീയിൽ നിന്ന് 1.5 ലക്ഷം രൂപ വരെ ഇതിനായി ലോൺ അനുവദിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.